Hello everyone. In today's lecture we are going to discuss about indirect method of FM generation. We have already seen in previous lectures FM can be generated in form of direct method and indirect method. Then in direct method there are two type of modulator, reactance modulator and varactor diode modulator. നമ്മൾ റിയാക്റ്റൻസ് മോഡുലേറ്ററും വാരക്ടർ ഡയോഡ് മോഡുലേറ്ററും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ആ ഡയറക്റ്റ് മോഡുലേറ്ററിൽ നമ്മൾ മെയിനായിട്ട് മാസ്റ്റർ ഓസിലേറ്ററായിട്ട് യൂസ് ചെയ്തിരുന്നത് LC ഓസിലേറ്റർ ആയിരുന്നു. അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് LC ഓസിലേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ LC ഓസിലേറ്റർ ഈസ് വെരി സസെപ്റ്റബിൾ ടു ഫ്രീക്വൻസി ഷിഫ്റ്റ്. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്. ആ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് FM ജനറേഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ LC ഓസിലേറ്ററിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററാണ് മാസ്റ്റർ ഓസിലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഒരു കൊമേഴ്ഷ്യൽ മെത്തേഡിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു FM ജനറേഷൻ മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് FM ജനറേഷൻ. Indirect method. This is a basic principle behind the FM generation. We use PM modulator for FM generator. ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഫേസ് മോഡുലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ഒരു FM ജനറേറ്റ് ചെയ്യാനായിട്ട്. നമുക്കറിയാം PM-ഉം FM-ഉം തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന്. ഒരു ഫേസ് മോഡുലേറ്ററിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി മോഡുലേറ്റർ അല്ലെങ്കിൽ ഫ്രീക്വൻസി മോഡുലേറ്റർ സിഗ്നൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഫേസ് മോഡുലേറ്ററിലോട്ട് വരുന്ന മെസ്സേജ് സിഗ്നലിനെ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ഫേസ് മോഡുലേറ്ററിലോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫേസ് മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫ്രീക്വൻസി മോഡുലേറ്റഡ് ഔട്ട്പുട്ടായിരിക്കും. സോ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആംസ്ട്രോങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലിന് ഡയറക്റ്റായിട്ട് FM മോഡുലേറ്റ് ചെയ്യില്ല, പകരം ഒരു ഫേസ് മോഡുലേറ്റർ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ആ ഫേസ് മോഡുലേറ്റർ സിഗ്നലിൽ നിന്നാണ് നമ്മൾ FM ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ആംസ്ട്രോങ് മെത്തേഡിൻ്റെ മെയിനായിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫേസ് മോഡുലേറ്റർ സർക്യൂട്ട് ഉണ്ട്. ഈ ബ്ലോക്കിനുള്ളിൽ കാണുന്ന ഈ ഡോട്ടഡ് ലൈനിനുള്ളിൽ കാണുന്ന ബ്ലോക്സ് എല്ലാം കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് ഒരു ഫേസ് മോഡുലേറ്റർ. ദെൻ ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ദെൻ ഒരു ഓഡിയോ ഈക്വലൈസർ കൊടുക്കുന്നുണ്ട്. ഈ ഓഡിയോ ഈക്വലൈസർ യൂസ് ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ടായിട്ടാണ് നമ്മൾ ഈ ഓഡിയോ ഈക്വലൈസർ യൂസ് ചെയ്യുന്നത്. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓഡിയോ ഈക്വലൈസർ യൂസ് ചെയ്യുന്നത്. സോ ഫേസ് മോഡുലേറ്റർ സർക്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നതിൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ട്, ബഫർ ഉണ്ട്, 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റർ ഉണ്ട്, ഒരു ബാലൻസ് മോഡുലേറ്റർ ഉണ്ട്, ഒരു കമ്പനി നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു ആഡർ സർക്യൂട്ട് ഉണ്ട്. സോ നമ്മൾക്കറിയാം ഫേസ് മോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ചിട്ട് കരിയർ സിഗ്നലിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഫേസ് മോഡുലേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ചിട്ട് ഈ കരിയർ സിഗ്നലിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്യും. നമ്മൾ ആദ്യം അപ്പോൾ എന്ത് ജനറേറ്റ് ചെയ്യും, ഒരു ഫേസ് മോഡുലേറ്റിംഗ് സിഗ്നൽ നമ്മൾ ജനറേറ്റ് ചെയ്യും. ആ ഫേസ് മോഡുലേറ്റിംഗ് സിഗ്നലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ആ ഫേസ് മോഡുലേറ്റിംഗ് സിഗ്നലിലോട്ട് അപ്ലൈ ചെയ്യുന്ന മോഡുലേറ്റിംഗ് സിഗ്നലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഈ ഫേസ് മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസി മോഡുലേറ്റഡ് സർക്യൂട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്, ഇത്രയും സർക്യൂട്ട് ഫേസ് മോഡുലേഷനും ആ മോഡുലേറ്റിംഗ് സിഗ്നലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ബാലൻസ് മോഡുലേറ്ററോട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് ഫ്രീക്വൻസി മോഡുലേറ്റർ സിഗ്നൽ കിട്ടും. ദെൻ റിമൈനിങ് ദീസ് ബ്ലോക്ക് ഫോർ ട്രാൻസ്മിഷൻ പർപ്പസ്. നമ്മൾ ആദ്യമേ ഇതിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ ആദ്യം ഓഡിയോ ഈക്വലൈസർ കൺസിഡർ ചെയ്യാതെയാണ് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോഡുലേറ്റിംഗ് സിഗ്നൽ നമ്മൾ ആദ്യമേ ബാലൻസ് മോഡുലേറ്ററിലോട്ട് അപ്ലൈ ചെയ്യുന്നു. ഈ ബാലൻസ് മോഡുലേറ്ററിലോട്ട് 2 ഇൻപുട്ട് സിഗ്നലാണ് വരുന്നത്. ഒന്ന് മോഡുലേറ്റിംഗ് സിഗ്നൽ, ദെൻ ഒന്ന് കരിയർ സിഗ്നലും. പക്ഷേ ഈ കരിയർ സിഗ്നൽ വരുന്നത് ഒരു ബഫർ ആംപ്ലിഫയർ വഴി, ദെൻ ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു സിഗ്നലാണ് സെക്കൻഡ് ഇൻപുട്ടായിട്ട് ബാലൻസ് മോഡുലേറ്ററിൻ്റെ ഇൻപുട്ട് സൈഡിലോട്ട് വരുന്നത്. അപ്പോൾ 2
ഇൻപുട്ടാണ് ബാലൻസ് മോഡിലോട്ട് വരുന്നത്. ഒന്ന് മോഡുലേറ്റിംഗ് സിഗ്നലും ദെൻ ഒരു കരിയർ സിഗ്നലിനെ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുത്തിട്ടുള്ള സിഗ്നലും ആയിരിക്കും ബാലൻസ് മോഡുലേറ്ററിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ദെൻ ബാലൻസ് മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം എന്താണ്, DSP SC സിഗ്നലാണ് ബാലൻസ് മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദെൻ ഈ DSP SC സിഗ്നൽ ഈ ബാലൻസ് മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്ത കമ്പൈനിങ് നെറ്റ്വർക്കിൻ്റെ അല്ലെങ്കിൽ ഈ ആഡർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ടായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ദെൻ അനദർ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ കരിയർ സിഗ്നലായിരിക്കും അതിൻ്റെ അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ കമ്പൈനിങ് നെറ്റ്വർക്കിന് 2 ഇൻപുട്ടാണ് ഉള്ളത്. ഒന്ന് ക്രിസ്റ്റൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന കരിയർ സിഗ്നലും ദെൻ സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് ബാലൻസ് മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടായ DSP SC സിഗ്നലും ആയിരിക്കും കമ്പൈനിങ് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഈ 2 സിഗ്നൽ നമ്മൾ കമ്പൈൻ ചെയ്ത് നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഫേസ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. സോ ഫേസ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുമ്പോൾ ഈ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് ഈ കരിയർ സിഗ്നലിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഫേസ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. സോ ഈ ആഡർ സർക്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഈ കമ്പൈനിങ് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് ഈ കരിയർ സിഗ്നലിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമ്മൾക്ക് ഫേസ് മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. നമ്മൾ നേരത്തെ ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞായിരുന്നു. അവിടെ യൂസ് ചെയ്യുന്നത് LC സർക്യൂട്ടാണ് മാസ്റ്റർ ഓസിലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററാണ് മാസ്റ്റർ ഓസിലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. സോ LC സർക്യൂട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, LC സർക്യൂട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്രീക്വൻസി ഡ്രിഫ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഫ്രീക്വൻസി ഡ്രിഫ്റ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഓഡിയോ ഫ്രീക്വൻസി കൺട്രോൾ അല്ലെങ്കിൽ AFC ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മളിവിടെ ആ LC സർക്യൂട്ടിന് പകരം ആംസ്ട്രോങ് മെത്തേഡിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസ് ചെയ്യും. ആ ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസ് ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. സോ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഹൈ ആയതുകൊണ്ട് കൊമേഴ്ഷ്യൽ ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഫേസ് മോഡുലേറ്റഡ് സിഗ്നൽ ജനറേറ്റ് ചെയ്തു. ഫേസ് മോഡുലേറ്റഡ് സിഗ്നൽ ജനറേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു, ഈ ഓഡിയോ ഈക്വലൈസർ അല്ലെങ്കിൽ ഈ ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ട് അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫേസ് മോഡുലേറ്റിംഗ് സർക്യൂട്ട് അല്ലെങ്കിൽ ഈ PM സിഗ്നൽ ജനറേറ്റ് ചെയ്തത്. ദെൻ ഈ PM സിഗ്നലിൽ നിന്ന് നമുക്ക് FM സിഗ്നൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ മോഡുലേറ്റിംഗ് സിഗ്നലിനെ ഇൻ്റഗ്രേറ്റിംഗ് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഓഡിയോ ഈക്വലൈസർ ഉപയോഗിച്ചിട്ട് ബാലൻസ് മോഡുലേറ്ററിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ കമ്പൈനിങ് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും, ഒരു ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ നമ്മൾക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. സോ നമ്മൾ ഈ ഫേസ് മോഡുലേറ്ററിൻ്റെ ഇൻപുട്ടിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് യൂസ് ചെയ്തു. സോ കമ്പൈനിങ് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾക്ക് ഫ്രീക്വൻസി മോഡുലേറ്റഡ് ഔട്ട്പുട്ട് നമ്മൾക്ക് കിട്ടും. സോ നമ്മൾക്ക് കമ്പൈനിങ് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു FM സിഗ്നലായിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. നമ്മൾക്കറിയാം FM സിഗ്നലിൽ 2 ടൈപ്പിലുണ്ട്, നാരോ ബാൻഡ് FM ഉണ്ട്, വൈഡ് ബാൻഡ് FM ഉണ്ട്. നാരോ ബാൻഡ് FM എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നാരോ ബാൻഡും വൈഡ് ബാൻഡും വരുന്നത്, മോഡുലേഷൻ ഇൻഡെക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഇപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് <1 ആണെങ്കിൽ അത് നാരോ ബാൻഡ് FM-ഉം മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് <1 ആണെങ്കിൽ വൈഡ് ബാൻഡ് FM ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. സോ നമ്മളിവിടെ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് ലോ ടു ഹൈ ആണ്. പക്ഷേ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോഴും ഒരു ലോ ഫ്രീക്വൻസി ക്രിസ്റ്റൽ ഓസിലേറ്റർ ആയിരിക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ലോ ഫ്രീക്വൻസി ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് കിട്ടുന്ന കമ്പൈനിങ് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഫ്രീക്വൻസി മോഡുലേറ്റഡ് FM എന്ന് പറയുന്നത് ഒരു നാരോ ബാൻഡ് FM ആയിരിക്കും. നാരോ ബാൻഡ് FM എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് കുറവായിരിക്കും. സോ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നാരോ ബാൻഡ് FM ആയിരിക്കും നമ്മൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. സോ ഈ നാരോ ബാൻഡ് FM നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മൊബൈൽ കമ്മ്യൂണിക്കേഷനും മറൈൻ കമ്മ്യൂണിക്കേഷനൊക്കെയാണ് മെയിനായിട്ട് നാരോ ബാൻഡ് FM യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഹൈ ഫിഡിലിറ്റി ആപ്ലിക്കേഷൻസ്, അതായത് ഒരു ബ്രോഡ്കാസ്റ്റിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് നാരോ ബാൻഡ് FM യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ നമ്മൾക്ക് ഈ നാരോ ബാൻഡ് FM-നെ നമ്മൾക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം, എന്തായിട്ട് ഒരു വൈഡ് ബാൻഡായിട്ട് കൺവേർട്ട് ചെയ്യണം.
സോ വൈഡ് ബാൻഡ് എഫ് എം ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഇവിടെയും വരെയും ഉള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു എഫ് എം ജനറേറ്റ് ചെയ്യാനും ബാക്കിയുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ നമ്മൾ ഈ ഒരു നാരോ ബാൻഡ് എഫ് എം ആണ് നമ്മൾക്കിവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടിയിരുന്നത്. ഈ നാരോ ബാൻഡ് എഫ് എമ്മിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം, വൈഡ് ബാൻഡ് എഫ് എം ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ആ വൈഡ് ബാൻഡ് എഫ് എം ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രൂപ്പ് ഓഫ് മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്യും. സോ നമുക്ക് കിട്ടുന്ന ഈ ഫ്രീക്വൻസിനെ, ലോ ഫ്രീക്വൻസിനെ ഒരു വൈഡ് ബാൻഡ് ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പ് ഓഫ് മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്യും. ദെൻ ഒരു മിക്സറിൻ്റെ, ഒരു ലോക്കൽ ഓസിലേറ്ററിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മൾ ഇവിടെ ഒരു വൈഡ് ബാൻഡ് എഫ് എം ജനറേറ്റ് ചെയ്യും. ആ വൈഡ് ബാൻഡ് എഫ് എമ്മിനെ ഒരു പവർ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ഉപയോഗിച്ചിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതിനെയാണ് ഇൻഡയറക്റ്റ് എഫ് എം ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. സോ ഒരു നാരോ ബാൻഡ് എഫ് എം കിട്ടി, അതിനെ ഒരു സിഗ്നൽ റിക്വയർഡ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് സിഗ്നൽ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ, ഇവിടെ വരെയും റിക്വയർഡ് ട്രാൻസ്മിഷന് ഒരു സിഗ്നൽ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ, അതായത് ഒരു വൈഡ് ബാൻഡ് എഫ് എം ആയി കഴിഞ്ഞാൽ അതിനെ പവർ ആംപ്ലിഫൈ ചെയ്യും. ദെൻ ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന വഴി എന്ത് ചെയ്യും, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതാണ് ഒരു ആംസ്ട്രോങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള ഇൻഡയറക്റ്റ് എഫ് എം ട്രാൻസ്മിറ്റർ.